ഹലോ, സന്തോഷ് ജോർജ് കുളങ്ങര ഈയിടെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് അദ്ദേഹം ഗ്രീസിൽ പോയപ്പോൾ അവിടെ ഒരു മ്യൂസിയത്തിൽ വീഡിയോ പ്രദർശിച്ചപ്പോൾ അതിൽ കുറച്ച് ഡിസ്പ്ലേ വന്നില്ല, അതിൻ്റെ സ്ക്രീനിൽ വന്നില്ല. അപ്പോൾ ടെക്നീഷ്യൻ വന്ന് അത് നേരാക്കുകയും വീണ്ടും അത് ശരിയായില്ല. 2 ടൈം ആൾ ശ്രമിച്ചു, ശരിയായില്ല. അപ്പോൾ ഈ ടെക്നീഷ്യൻ ഈ ആളുകളുടെ 300 ആളുകളുണ്ട് ഇത് കാണാൻ വേണ്ടി, ടിക്കറ്റ് എടുത്ത് വന്നവരാണ്. അവരുടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ടെക്നീഷ്യനാണ്, ഞാൻ 2-3 ടൈം ഇത് ട്രൈ ചെയ്തു ശരിയാക്കാൻ വേണ്ടിയിട്ട്, ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ ഇത് ശരിയാക്കാം, നിങ്ങൾ ഇത് കണ്ടിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ, അതുവരെ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. ആൾ പറഞ്ഞു, ഇതിൽ നിങ്ങളുടെ ഇന്ന് ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് കൈബന്ധിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയാൻ നിങ്ങളെല്ലാം ഏറ്റു പറയുവാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഏറ്റു പറഞ്ഞു. അങ്ങനെ 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ അദ്ദേഹത്തിൻ്റെ ആ വർക്ക് പൂർത്തിയാക്കുകയും തിരിച്ചു വന്ന് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വ്യക്തമായി കാണാം, എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്, നമ്മൾ ആ ടെക്നീഷ്യൻ്റെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. ആ കഴിവ് മാത്രമല്ല ആ ടെക്നീഷ്യന് ഉള്ളത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു കഴിവ് തന്നെയാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ കഴിവാണ്. ആ വിദ്യാഭ്യാസ നിലവാരമാണ് അത് അവിടെ പ്രതിപാദിക്കുന്നത്. ഒരു ടെക്നീഷ്യനുള്ള കഴിവ് അതുമാത്രമല്ല, മൾട്ടി ടാലൻ്റ് ആയിരിക്കണം. നമ്മൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടുവാൻ അതിനുള്ള അറിവ് എല്ലാം നമ്മൾക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മൾ ജീവിച്ചു വളരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്, ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചത്.